ക്രിക്കറ്റ് യുദ്ധത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുംബൈ ഇന്നലെ പരാജയപ്പെട്ടല്ലോ. അപ്പൊ ഈ കളിക്ക് ശേഷം മുംബൈ ഹെഡ് കോച്ച് മഹേല ജയവർദ്ധനെ ശ്രീലങ്കൻ ഇതിഹാസ താരത്തിന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അദ്ദേഹം പറയുന്നത് എന്താ അറിയോ, നമ്മൾക്ക് ഒരു റിതം നഷ്ടപ്പെട്ടു പോയിരുന്നു, നമ്മൾ കളി കൈവിട്ടിരുന്നു പവർ പ്ലേയിൽ തന്നെ, അതുകൊണ്ടാണ് പരാജയപ്പെടാൻ കാരണം എന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് കൃത്യമായിട്ട് നോക്കാം നമുക്ക് ജയവർദ്ധനെ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന്. MI had a hole in their bowling. They are still figuring out their combination, but injuries and illness have hurt them. അതായത് നമ്മൾ ബൗളിംഗിൽ കൃത്യമായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്, പങ്കെടുപ്പിച്ച് നമുക്കറിയാം 20 റൺസ് ഉണ്ടെല്ലാം എടുക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ ഇഞ്ചുറീസും ഇൽനെസ്സും ഒക്കെ നമുക്ക് വല്ലാണ്ട് വേദനിപ്പിച്ചു എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ഇൻകൺസിസ്റ്റന്റ് ആയിട്ടാണ് ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ 7 കളികളിൽ 2 വിജയം മാത്രമേ നേടിയിട്ടുള്ളൂ. നമുക്ക് ഇനിയും ഇതിൽ വരണം. പക്ഷേ നമ്മുടെ ഇന്നലെ യഥാർത്ഥത്തിൽ പവർ പ്ലേയിൽ തന്നെ നമ്മൾ കളി കൈവിട്ടു എന്ന് കൂടി ജയവർദ്ധനെ പറയുന്നുണ്ട്. ജയവർദ്ധൻ അതായത് എന്ത് പറയുന്നത് വെച്ചാൽ, ബൗളിങ്ങിലായാലും ബാറ്റിംഗ് ആയാലും പവർ പ്ലേയിൽ നമുക്ക് ആ റിതം കിട്ടിയിട്ടില്ലായിരുന്നില്ല. നിങ്ങൾക്ക് തുടക്കത്തിലെ ഒരു 3-4 വിക്കറ്റ് പോയാൽ പിന്നെ നിങ്ങൾ 200 ജയിച്ചിട്ട് എങ്ങനെ ഫീസ് ചെയ്യാനാണ്? അതായത് കൃത്യമായിട്ട് മഹേല ജയവർദ്ധനെ മുംബൈ ഇന്ത്യൻസ് ഹെഡ് കോച്ച് പറയുന്ന കാര്യം. പിന്നെ MI 10.52 എക്കണോമിയിലാണ് ഇന്നലെ റൺസ് കൺസീഡ് ചെയ്തത്. അത് ഹയസ്റ്റ് ബൈ ടീം ഓഫ് ദി സീസൺ ആണ്. എല്ലാവർക്കും 10 ഉണ്ട്. പിന്നെ ജസ്പ്രീത് ബുംറയ്ക്ക് അടിപൊളി കാഴ്ച കണ്ടില്ലേ? അദ്ദേഹം ഒക്കെ ഇൻകൺസിസ്റ്റന്റ് ആയിട്ടാണ് എറിയുന്നത് എന്ന് കൂടി പറയുന്നുണ്ട്. അദ്ദേഹമൊക്കെ ഇനി മാക്സിമം ഫോമിലേക്ക് വരണം. പിന്നെ ബുംറയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് നല്ലതാണ്, പക്ഷെ അദ്ദേഹം കൂടി ഫോമിലേക്ക് വരണം. അദ്ദേഹം ഇപ്പോ അല്പം ഓഫ് കളറാണ് എന്ന് കൂടി മുംബൈ ഹെഡ് കോച്ചായിട്ട് മഹേല ജയവർദ്ധനെ പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വീഡിയോസുമായി നമ്മൾ വീണ്ടും എത്താം.